ബിഗ് ബോസിൻ്റെ അടുത്ത പ്രമോ വന്നിട്ടുണ്ട്. പ്രമോയിൽ ലക്ഷ്മി ഇപ്പോഴും ഇരുന്ന് വിഷമിക്കുകയാണ്. കാരണം ഒനീൽ ഔട്ടായല്ലോ ഓൾറെഡി. അപ്പം ലക്ഷ്മിക്ക് ഇപ്പോഴും കുറ്റബോധമാണ്. ഒനീലിനെ അന്ന് മസ്താനിയുടെ പേരിൽ ഒനീലിനെ അതൊക്കെ പറഞ്ഞത് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും ലക്ഷ്മിക്ക് ഭയങ്കര കുറ്റബോധത്തിലാണ് ലക്ഷ്മി. സ്റ്റിൽ ഒനീലിൻ്റെ മമ്മി ക്ഷമിക്കുമോ? കാരണം എൻ്റെ മകൻ എന്തെങ്കിലും പറ്റിയാൽ എനിക്കതൊരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ മകനെ പറഞ്ഞാൽ എനിക്കത് ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ബിയർ ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ മകനോട് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതേ അവസ്ഥയിലായിരിക്കുമല്ലോ ഒനീലിൻ്റെ മമ്മി എന്നാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ ലക്ഷ്മിക്ക് അതിൻ്റെ കുറ്റബോധം നല്ല രീതിക്കുണ്ട്. അപ്പോൾ ബിന്നി നന്നായിട്ട് അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല, അത് സത്യമാണ്. അവിടെ ആർക്കാണ് തെറ്റ് പറ്റാത്തത്? എല്ലാവരുടെയും ഭാഗത്ത് തെറ്റും കുറ്റങ്ങളും ഉണ്ട്, സംഭവിക്കും. പറയുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും ക്ഷമിക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ക്ഷമിക്കുമ്പോഴല്ലേ വലിയ മനസ്സാവുന്നത് എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലക്ഷ്മി കുറേ സോറി ചോദിച്ചു, ഒരുപാട് വട്ടം ക്ഷമ ചോദിച്ചു. അപ്പം അത് ക്ഷമിക്കാവുന്നൊരു കാര്യമുള്ളൂ. ഓക്കെ, പറഞ്ഞ വാക്ക് എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് നമുക്കത് ക്ഷമിച്ച് കൂടായികയില്ല. കാരണം അതേപോലെ ബിന്നി പറയുന്നുണ്ട്, ഈ ഷോയിൽ നമ്മൾ ശരിക്കുമുള്ള നമ്മൾ എങ്ങനെയാണോ അതേപോലെയല്ല പുറത്തേക്ക് പ്രതിഫലിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും വീട്ടിൽ പോയിട്ട് നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ചെയ്യാം. ഇപ്പം നീ വെളിയിൽ ഇറങ്ങുമ്പോൾ എഫ്സിയുടെ വീട്ടിൽ ചെന്ന്, അതായത് ഒനീലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയുക, അമ്മയുടെ അടുത്ത് ക്ഷമ ചോദിക്കുക, ഒനീലിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുക, എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ലക്ഷ്മിക്ക് നല്ല കുറ്റബോധമുണ്ട് പറഞ്ഞു പോയതിൽ. അപ്പോൾ ആ കുറ്റബോധം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സോറി എന്ന് പറഞ്ഞാൽ ഈ കുറ്റബോധം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീട്ടുകാർ അപ്പോൾ അത് ക്ഷമിച്ച് കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പം ഒനീലിൻ്റെ വീട്ടുകാർ ഓൾറെഡി ഇങ്ങനെ ലക്ഷ്മിയുടെ അനിയൻ്റെ ബ്രദറിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു, ഒരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് ലക്ഷ്മിയുടെ ബ്രദർ ഓൾറെഡി പറയുന്നുണ്ട്, ലൈക്ക് ഒനീലിൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മി ഇനി പുറത്ത് വെച്ച് കണ്ടോളാം, PR ഉള്ളത് കൊണ്ടാണ് ലക്ഷ്മി അവിടെ പിടിച്ച് നിൽക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് കുത്തുന്നുണ്ടായിരുന്നു ഒനീലിൻ്റെ മമ്മി ലക്ഷ്മിയുടെ മമ്മിയെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. അവളെ പുറത്ത് വെച്ച് ഇനി കണ്ടോളാം, അവൾ പുറത്തോട്ട് വരുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട്. അപ്പം ബിന്നി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതിലോർത്ത് വിഷമിക്കേണ്ട. അപ്പം ഒനീൽ ഔട്ടായതും ഒക്കെ ലക്ഷ്മിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ലക്ഷ്മിയുടെ നിൽക്കുകയാണെങ്കിൽ ലക്ഷ്മിയുടെ ഗെയിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതിനൊക്കെ അതിജീവിച്ച് നല്ല രീതിക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം.